ഇന്ന് നമുക്ക് ഒരു മീൻ കറി വെച്ചാലോ. ഒരു മീൻ കറി എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലയാണ് കേട്ടോ. മീനിൻ്റെ തല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം മീനിൻ്റെ തലയെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ അനുവേണ്ട മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. അതൊന്ന് കറി വെക്കുന്നത് കാണിക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാവുന്നതാണ്. ഞാൻ ചുമ്മാ ഒരു ചാനൽ തുടങ്ങിയിരിക്കുമല്ലേ, എന്തെങ്കിലും നിങ്ങളെ കാണിക്കണ്ടേന്ന് ഓർത്ത് ചെയ്യുന്ന കേട്ടോ. നമുക്ക് ഉലുവ ചേർക്കാവേ. അതിനകത്ത് കുറച്ച് ഉലുവ ഇട്ട് കടുക് പൊട്ടിച്ചാൽ നല്ലതാണ്. എനിക്ക് പക്ഷെ എന്നാണോ മീനിൻ്റെ തലയോട് അത്ര ഇഷ്ടമല്ല. എന്നാന്നൊന്നും അറിയത്തില്ല. എനിക്ക് നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാണോ എനിക്ക് മീൻ തല അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ മീനിൻ്റെ വാൽഭാഗത്തെ ഇത് മാത്രം, വലിയ മുള്ളൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ പിന്നെ ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ എന്നോർത്ത് ഇത് എവിടെ പോയിട്ട് വന്നാലും ഈ മീൻ തലയും വാങ്ങിച്ചുകൊണ്ടേ വരുള്ളൂ. എവിടെ പോയിട്ട് വന്നാലും അതെ, എവിടെയെങ്കിലും പോയിട്ട് വന്ന് തിരിച്ചു കഴിയുമ്പോൾ കയ്യിലൊരു ഇത് കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്രയ്ക്ക് ഇഷ്ടമാണ് മീനിൻ്റെ തലക്കറി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉലുവായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇഞ്ചി ഇതൊന്ന് ചൂടായിട്ട് കഴിയുമ്പോഴത്തേക്കും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ നോക്കിക്കണം. മുളക് പൊടി ഇട്ടിട്ട് തീ നല്ല കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ മുളക് പൊടി എപ്പോഴും മൂത്ത് പോകും. ചെറിയൊരു തീയിലിട്ട് നമുക്ക് മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ച് എന്നിട്ട് ഞാൻ പുളി കുടംപുളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിലർ വാളംപുളി ഒഴിക്കുന്നവരും ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ പുളി. പക്ഷെ ഞാൻ ഇതാ ചേർക്കുന്നത്. ഇത് നമുക്ക് നല്ല കപ്പ വേവിച്ചതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. ഇത് ഈ മീൻകറി, കപ്പപ്പുഴുക്കും ഈ മീൻകറിയൊക്കെ കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. ഇന്ന് പക്ഷേ കപ്പയൊന്നും ഇല്ല. ഞാനിത് വെച്ചു. ഇത് വെച്ചിട്ട് ശരിക്കും വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻകറിയല്ല, അരപ്പ് ഞാൻ അതിനകത്ത് കുറച്ച് ആ പുളിവെള്ളം അല്ലാതെ കുറച്ച് വെള്ളം കൂടെ ചേർത്തു. എന്നിട്ട് അതിനകത്ത് കുറച്ച് കരിവേപ്പില നമ്മുടെ മീൻ കഷ്ണം അതിനകത്തേക്ക് ഇടുന്നു. ഇതാണേ നമ്മുടെ മീൻകറി ഉണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുവാണ്. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു.